അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എസ്എസ്എഫിന്റെ കർമ്മധീരത പ്രവർത്തകരെ, 31ാമത് സാഹിത്യ ഉത്സവ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിനാൽ നിങ്ങളുമായി സംവദിക്കുന്നത് അറിവ് അനുഭവങ്ങളുടെ ആനന്ദം എന്ന വിഷയത്തെ അധികരിച്ചാണ്. അല്ലാഹു നമുക്ക് ധാരാളം ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ ഉന്നതനായ സൃഷ്ടിയാൽ മനുഷ്യൻ. ഭൂമിയിലുള്ള ചേതന അചേതന വസ്തുക്കളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് അറിവും വിവേകവുമാണ്. തന്റെ ജീവിതത്തെ ചിട്ടയാർന്നതാക്കാനും ജീവിത ലക്ഷ്യത്തെ തേടി കണ്ടുപിടിക്കാനും അറിവ് മുഖ്യമാണ്. ഒരു ഭാഷ പഠിച്ചാൽ ഒരു ചെറുകം ഒളിച്ചു, 2 ഭാഷ പഠിച്ചാൽ 2 ചെറുകം ഒളിച്ചു എന്ന ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രസക്തമാണ്. കൂടുതൽ അറിവ് തേടുന്നതനുസരിച്ച് മനുഷ്യൻ ലക്ഷ്യത്തിലെത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ലോകത്തെ എല്ലാ മതങ്ങളും അറിവിന് പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാം അറിവിന് പരിമിതികളില്ലാത്ത പരിഗണനയാണ് നൽകുന്നത്. കുൽ ഹൽ യസ്തവി അല്ലദീന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരല്ല. അറിവുള്ളവൻ പ്രത്യേക പരിഗണനയാണ് എന്ന ആശയം ഉയർത്തുന്ന ഖുർആനിക സൂക്തം ഇസ്ലാം അറിവിന് നൽകുന്ന പ്രാധാന്യം വിളിച്ചറിയിക്കുന്നുണ്ട്. വിദ്യ മനുഷ്യന്റെ കളഞ്ഞു പോയ സ്വത്താണ്. അത് എവിടെ കണ്ടാലും പിറക്കിയെടുക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 2 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒരാൾ അറിവ് തേടുന്നവനും മറ്റൊരാൾ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നവനുമായിരുന്നു. ഇദ്ദേഹം അറിവ് സമ്പാദിക്കുന്നവനെ പറ്റി പരാതി പറഞ്ഞപ്പോൾ അവനെ കൊണ്ടായിരിക്കും നിങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ മാധുര്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത മനുഷ്യന് വേണ്ടത് ധാർമ്മിക മൂല്യങ്ങളാണ്. അത് വളർത്തിയെടുക്കുന്നതിനാണ് എസ്എസ്എഫ് സാഹിത്യ ഉത്സവ പോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.